ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയും ജില്ലയിലുള്ള വാസവൻ മന്ത്രിയും പറഞ്ഞാൽ പിന്നെ ഏത് പോലീസാണ് അന്വേഷിക്കാൻ പോകുന്നത്? സത്യസന്ധമായി പോലെ അതിക്രൂരവും പൈശാചികവുമായ റാഗിംഗ് സംസ്ഥാനത്ത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടക്കാനുള്ള കാരണം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന ക്രൂരമായ റാഗിങ്ങിനെ തുടർന്ന് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ ആ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ജാമ്യം കിട്ടിയതും തുടർ പഠനത്തിന് വേണ്ടി അനുവദിച്ചതുമായ 2 ഹൈക്കോടതി വിധികളുടെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2 വിധിന്യായങ്ങൾ പ്രഖ്യാപിച്ചതോടെ ആർക്ക് വേണമെങ്കിലും ആരെയും റാഗ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുക. ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന രക്ഷകർത്താവാണ് കോടതി എന്ന കാര്യം നാം മറന്നുകൂടാ. ഞാനിത് നിങ്ങൾക്ക് തരികയാണ്. വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ഞാൻ 2 ഹൈക്കോടതി വിധികളും ആ ഹൈക്കോടതി വിധികളിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ അറിയണം. ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ റാഗിങ് നടത്താനുള്ള അവസരമുണ്ടായത്. കോളേജുകളിലും ഇപ്പോൾ റാഗിങ് നടക്കുകയാണ്. CBI കണ്ടെത്തിയ റിപ്പോർട്ട് പരിഗണിക്കാതെ, ആൻറ്റി റാഗിങ് സ്ക്വാഡ് നടത്തിയ റിപ്പോർട്ടുകൾ പരിഗണിക്കാതെ ഈ പ്രതികൾക്ക് ജാമ്യം കൊടുക്കുകയും ഈ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുകയും ഈ SFIക്കാരായ ഈ പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വരത്തക്ക നിലയിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്ത് വീണ്ടും അവരെ കോളേജിൽ പഠിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്താൽ പിന്നെ ആർക്കാണ് റാഗ് ചെയ്യാൻ കഴിയാത്ത? കോട്ടയത്ത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്ന സംഭവം വളരെ ഗൗരവമായി എടുക്കുന്ന ഒരാളാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള കോളേജുകളിൽ റാഗിങ് നടക്കുകയാണ്. കാരണം എന്താ? ഈ 2 വിധിന്യായങ്ങളാണ് ഇതിന് കാരണം. എന്ത് വിശ്വസിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ വിടും? കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്ന ആ റാഗിങ്ങുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഈ മുഴുവൻ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിന് കീഴിലായിരിക്കണം അവരുടെ അന്വേഷണം നടക്കേണ്ടത്. ഇത്തരം കോടതി വിധികൾ വന്നാൽ നാളെ ആർക്കും ആരെയും റാഗ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രതികൾ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റിപ്പോർട്ടും ആൻറ്റി സ്ക്വാഡിൻ്റെ റിപ്പോർട്ടും വളരെ വ്യക്തമാണ്. കോടതി വന്നപ്പോഴാണ് ഇത് പോയത്. എന്താണെന്ന് എനിക്കറിയില്ല. ഡിവിഷൻ ബെഞ്ച് പോയില്ലായിരുന്നെങ്കിൽ മണ്ണുത്തി കോളേജിൽ ഈ കുട്ടികൾ പഠിക്കുമായിരുന്നു. ഈ ഗുണ്ടകൾ, സംസ്ഥാനത്തെ ഒരു മന്ത്രി വാസവൻ പറഞ്ഞു ഇതിനകത്ത് SFIക്കാരില്ലെന്ന്. ആളുകൾ പറയുന്നു ഇത് നേതൃത്വം കൊടുത്തൊരു വിദ്യാർത്ഥി, ഞാൻ പേര് പറയുന്നില്ല, SFIയുടെ നേതാവാണെന്ന്. ഒരു മന്ത്രി സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇനി എന്ത് അന്വേഷണമാണ് പോലീസ് നടത്താൻ പോകുന്നത്? ഈ ജില്ലയിൽ നിന്നുള്ളൊരു മന്ത്രി തന്നെ ആ പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിൽ പ്രസ്താവന കൊടുത്താൽ പിന്നെ എന്ത് അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്? വളരെ ദൗർഭാഗ്യകരമായ ഒരു വിധിയാണ് ഉണ്ടായത്. വളരെ വേദനാജനകമായ സംഭവമാണ് ഉണ്ടായത്. കേരളം മുഴുവൻ ഞെട്ടിത്തെറിച്ചൊരു സംഭവമാണ്. ആ പ്രതികൾ ഇന്ന് സ്വതന്ത്രമായി സുഖമായി ആ SFI പ്രതികൾ നാട്ടിൽ നടക്കുന്നു. അവർക്ക് പരീക്ഷ എഴുതാൻ പഠിക്കാനുള്ള സൗകര്യം കൂടെ കൊടുത്ത് അത് ആ വീട്ടുകാർ നാട്ടിൽ പോയത് കൊണ്ടാണ് തൽക്കാലം അത് സ്റ്റേ കിട്ടിയത്. കർശനമായ നിയമം ഉണ്ടാകണം. നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് അയക്കേണ്ടത്? പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർ 10-26 കുട്ടികളെ ഉള്ളതെന്നാണ് പറയുന്നത് അല്ലേ? അവിടുത്തെ പ്രിൻസിപ്പൽ ഉത്തരവാദിത്വമില്ലേ? അവിടെയുള്ള വൈസ് പ്രിൻസിപ്പൽ ഉത്തരവാദിത്വമില്ലേ? വാർഡൻ ഉത്തരവാദിത്വം. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? 3 മാസമായിട്ട് ഈ കുട്ടികളെ റാഗ് ചെയ്യുമ്പോൾ ഇതൊന്നും നോക്കാതെ കാണാതിരിക്കുന്ന ഇവരെന്ത് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്? കുട്ടികളെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ പാട്ടിട്ട് വലിയ ഉച്ചത്തിൽ പാട്ടിട്ട് പോവുകയാണെന്നാണ് അവിടെ നിന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഈ 2 ഹൈക്കോടതി വിധികൾ നാട്ടിൽ ആരെയും റാഗ് ചെയ്യാൻ ഉള്ള പ്രേരണ നൽകുന്നു എന്നുള്ള ഗൗരവതരമായ ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത്.